ഇന്ത്യൻ സന്ദർശനത്തിനായി എത്തിയ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. സാമ്പത്തിക സഹകരണം ആഴത്തിലാക്കാൻ ന്യൂസിലൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ച തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, എന്തൊക്കെയാണ് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ? എപ്പോഴൊക്കെയാണ് ഈ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത്? ശ്രീജ, ഇന്നലെയായിരുന്നു ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത്. ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഇന്നലെ വിമാനത്താവളത്തിലടക്കം വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുമായി ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം രാജ്ഭവനിലെത്തി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്കോട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലായി മുംബൈയിലെത്തി അവിടെ നിന്നും വിവിധ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2015 സ്തംഭിച്ചു പോയ വ്യാപാര ചർച്ചകൾ, സ്വതന്ത്ര വ്യാപാര കരാറുകൾ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറെ എടുത്തു പറയേണ്ടത് 2010 മുതൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരുന്ന ചർച്ചകളായിരുന്നു. ചരക്കുകൾ, സേവനങ്ങൾ, നിക്ഷേപം തുടങ്ങിയവയിൽ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ അത് പുരോഗമിക്കുന്നതിനിടെയാണ് പിന്നീട് 2015 ആ ചർച്ചകൾ, ആ കരാറുകളൊക്കെ സ്തംഭിച്ചു പോയത്. ഇത് പുനരാരംഭിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഏറെ പ്രതീക്ഷയോടുകൂടിയും ഇന്ത്യയുടെ ഒരു വ്യാപാര ബന്ധത്തിന്റെ അടിത്തറ അത് ഉറപ്പിക്കുന്ന തരത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതേസമയം വിദഗ്ധർ ഇതിൽ ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ക്ഷീരമേഖലയിൽ അതിന്റെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ന്യൂസിലാൻഡ്. അങ്ങനെയാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധത്തെ മെച്ചപ്പെടുത്തിയാൽ അത് ഇന്ത്യയിലെ ഇടത്തരം കർഷകരെ എങ്ങനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതിയുമായും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിവിധ കരാറുകളിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്നുകൂടി മനസ്സിലാക്കുന്നു. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.